ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിൽവൻ സാറ് നമ്മുടെ നെടുപുഴ ക്ഷീരസംഘത്തിൽ വന്ന് കർഷകർക്കായിട്ട് ഒരു ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്ഷീരകർഷകർക്ക് പശുക്കളിൽ എങ്ങനെ ഹോമിയോ മരുന്നിൻ്റെ ഉപയോഗം എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കാൻ വന്നത്. അപ്പോൾ ക്ഷീരകർഷകർക്ക് വളരെ ഇഷ്ടമായി ഈ ക്ലാസ്. കാരണം എല്ലാവർക്കും ഹോമിയോ മരുന്നിനെ കുറിച്ചൊക്കെ അറിയാം, പശുക്കൾക്ക് കൊടുക്കണ ഹോമിയോ മരുന്നിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും സ്ഥിരമായി അങ്ങനെ ഒരു നല്ലൊരു ഡോക്ടർ ഞങ്ങളുടെ ഭാഗത്തില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് സാറ് വന്ന് സംസാരിച്ച് സാറ് ഓരോ വീടുകളിലും പോയി പശുക്കളെയൊക്കെ നോക്കി തൈലേറിയുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതൊക്കെ രോഗങ്ങളിൽ നിന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ മിക്ക കർഷകർക്കും വളരെ സന്തോഷമായി. ഞാൻ വീഡിയോസിലൂടെയും അല്ലെങ്കിൽ നേരിട്ട് പരിചയമുള്ളവരോടൊക്കെ പറയാറുണ്ടെങ്കിലും 35 വർഷത്തെ പ്രവൃത്തി പരിചയം വെറ്റിനറി സർജനായിട്ട് ജോലി ചെയ്തിട്ടുള്ള സാറ് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തായാലും കർഷകർക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് സാറ് ഓരോ കർഷകരുടെ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ ഞാനും ഇങ്ങനെ മോൾക്ക് കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്കും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ പശുക്കൾക്കൊക്കെ തൈലേറിയ മരുന്ന് കൊടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ സാറ് കണ്ടപ്പോൾ പറഞ്ഞു ചില പശുക്കൾക്കൊക്കെ തൈലേറിയ ഉണ്ട്. സാറിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യൊന്നും വേണ്ട, പശുക്കളെ നോക്കിയാൽ തന്നെ മനസ്സിലോ പശു എന്നല്ല ആട് ഏത് അസുഖമുള്ളവരും സാറിന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ തൈലേറിയയ്ക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തൈലേറിയ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ഒരു പശുവിന് മരുന്ന് കൊടുത്താൽ മതി. പക്ഷേ ഹോമിയോയിലാവുമ്പോൾ ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ. ആ തൊഴുത്തിലെ ആടായാലും പശു ആയാലും പോത്തായാലും എരുമയായാലും ഒക്കെ എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കണം. അപ്പോൾ ഒരു 300 രൂപയൊക്കെയാണ് ഒരു പശുവിന് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഇത്തിരി പൈസയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് 6 മാസത്തിലൊരിക്കൽ ഈ തൈലേറിയ വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കുകയാണെങ്കിൽ മറ്റ് അസുഖങ്ങളിൽ നിന്നൊക്കെ കുറേ ഒക്കെ രക്ഷപ്പെടാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗർഭിണിയായ പശുക്കുട്ടികളൊക്കെ ഞാൻ അകട്ടിലൊക്കെ ഒന്ന് തൊട്ട് തലോടി കാമ്പൊക്കെ ഒന്ന് വലിച്ചു നോക്കൂട്ടെ. അങ്ങനെ ബലമായിട്ട് വലിക്കുകയല്ല, കടിഞ്ഞൂൽ പ്രസവമുള്ള പശുക്കളിലാണ് അങ്ങനെ ചെയ്യാറ്. കാരണം അവർ പ്രസവിച്ച് പെട്ടെന്ന് നമ്മൾ കറക്കാൻ ചെന്നിരിക്കുമ്പോൾ കാല് എടുത്ത് ചവിട്ടാനും അതിനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അമ്മൂട്ടീനെയും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ ഇങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് അവർ നല്ല സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് പോയി ആ കെട്ടിലൊക്കെ തലോടി കാമ്പൊക്കെ ഒന്ന് വലിച്ച് അവരെ അതിലേക്കൊന്ന് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ തൈലേറിയ മരുന്നൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇനിയിപ്പോൾ കിങ്ങിണിമോളുടെ പ്രസവം കഴിയണം, അതുവരെ വലിയൊരു ടെൻഷൻ തന്നെയാണ്. ഒരു പശു പ്രസവിക്കാൻ നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രത്യേകിച്ച് കിങ്ങിണിമോള്, അവൾക്ക് എപ്പോഴും ഒരു ഉഷാറ് കുറവ് എല്ലാം കൊണ്ടും ഉണ്ട്. കാലിൻ്റെ കുളമ്പ് വലുതായിട്ട് മൊത്തത്തിൽ അവൾക്കൊരു ഉഷാറ് കുറവുണ്ട്. എന്തായാലും പ്രസവിച്ച് കിട്ടട്ടെ, വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പ്രസവിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ ഉള്ളൂ വിചാരം. പിന്നെ നമ്മുടെ വൈക്കോലൊക്കെ കുറച്ച് കുറഞ്ഞു തുടങ്ങിയപ്പോൾ കായത്തൊലിക്ക് ഇപ്പോൾ ഭയങ്കര ക്ഷാമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈക്കോല് നല്ല പോലെ തിന്നുന്നുണ്ട് ഇപ്പോൾ അവർ. ഇപ്പോൾ വൈക്കോലൊക്കെ കുറയാറായി. ഞങ്ങൾ മേടിച്ച് 10-300 എന്നൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറയുന്നുള്ളൊരു മനസ്സിൽ തോന്നലുള്ള. ഇപ്പോൾ ഇവിടെ അടുത്തൊരു ചേട്ടൻ ഇതുപോലെ, ആ ചേട്ടനും ചേച്ചിയും പശുക്കളെ നോക്കണവരായിരുന്നു. ആ ചേട്ടന് ഒരു സ്ട്രോക്ക് വന്ന് പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഈ പശു ഒരു ഭാര്യയും ഭർത്താവും കൂടി ചെയ്യണ ബിസിനസ്സാണെങ്കിൽ അതിലൊരാൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ആ ജോലി തന്നെ നിർത്തേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഈ പശുക്കളെ വളർത്തുന്നവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ ആ ചേട്ടൻ മരിച്ചപ്പോൾ ആ ചേച്ചിയെ കൊണ്ട് പറ്റില്ല. ചേട്ടൻ തന്നെ 70-75 വയസ്സായിട്ടാണ് ഈ പശുക്കളെ വളർത്തിയിട്ടുണ്ടായിരുന്നത് ആള്. അപ്പോൾ ആളുടെ വൈഫിനെ കൊണ്ട് അത് മൊത്തം ചെയ്യാൻ പറ്റില്ല. അന്നൊക്കെ രാത്രി തന്നെ പിറ്റേ ദിവസം കറക്കാൻ പോലും ആളില്ല. അന്ന് രാത്രി തന്നെ 3 പശുക്കളെയും കൊടുത്തു. അപ്പോൾ അവരുടെ വൈക്കോല് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ വൈക്കോല് വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പോയിട്ട് 100 കന്ന് വൈക്കോലും കൂടി കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈക്കോലില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ നിന്ന് കുറച്ചൊരു സമാധാനം കിട്ടി, നമുക്ക് വൈക്കോല് കിട്ടി. അപ്പോൾ നമ്മുടെ അമ്മൂട്ടീനെ പുറത്തഴിച്ച് കെട്ടിയിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഇടണം എന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് നമ്മുടെ അമ്മൂട്ടി, കിങ്ങിണിമോളുടെ മോളാണ്. നല്ല കുഞ്ഞി പശുക്കുട്ടിയായിട്ട് നല്ല പെട്ടെന്ന് തന്നെ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ആ വയറ് മാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ഷീണമൊന്നുമില്ല. പിന്നെ അവളുടെ ഒരു പ്രകൃതി അങ്ങനെയാണ്, കുഞ്ഞി പെണ്ണിൻ്റെ അത്ര വലുപ്പമൊന്നുമില്ല, ഉള്ളത് നല്ല ചൊടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്.
നമ്മുടെ ഫാം കാണാനായിട്ട് ചാലക്കുടിയിൽ നിന്നൊരു സബ്സ്ക്രൈബർ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഒരു പശു ഉണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പശുക്കളെ വളർത്തണം എന്നുണ്ട്. ചെറിയ സ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ ഇത്രയും പശുക്കളെ വളർത്തണം എന്നൊക്കെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കറിയാവുന്ന പോലെ എൻ്റെ അനുഭവങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ ബ്ലോക്കിൽ പോയി സബ്സിഡികളൊക്കെ അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് സ്വയം തൊഴിലിനുള്ള പൈസയൊക്കെ കിട്ടും. അതൊക്കെ അന്വേഷിച്ച് എത്ര സബ്സിഡികൾ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി നല്ല രീതിയിൽ തന്നെ ഒരു ഫാം തുടങ്ങാൻ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.